ഹായ് ഫ്രണ്ട്സ്, മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ചും ETF-കളെക്കുറിച്ചും സംസാരിക്കുന്ന ആർഫറയുടെ വീക്കെൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മിനിമം മാർക്കറ്റ് നോളജ് ആവശ്യമാണെന്ന് എല്ലാവരും പറയാറുണ്ട്. എന്നാൽ പലപ്പോഴും അത്തരം ഒരു മാർക്കറ്റ് നോളജ് ആർജിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലേണിങ്ങിന് സമയമില്ലാത്തവരും അല്ലെങ്കിൽ അതിൽ താല്പര്യമില്ലാത്തവരും പൊതുവെ ആശ്രയിക്കാറുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റാണ് മ്യൂച്വൽ ഫണ്ടുകൾ. ഇന്ത്യയിൽ ആദ്യത്തെ മ്യൂച്വൽ ഫണ്ട് ലോഞ്ച് ചെയ്യുന്നത് 1964 അപ്പോൾ ഇന്ത്യയുടെ മ്യൂച്വൽ ഫണ്ടിന്റെ ചരിത്രം വളരെ പഴക്കമേറിയതാണ്. പണ്ടേ തന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഹൊറൈസണിൽ എപ്പോഴും ലഭ്യമായിരുന്നു. ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി അങ്ങനെ മെല്ലെ മെല്ലെ വളരുകയായിരുന്നു. അവിടെ ഫോറിൻ സ്പോൺസേഴ്സും ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രികളിൽ കടന്നു വരികയും അങ്ങനെ ആ ഒരു ഗ്രോത്ത് ഇതിലൂടെ മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ വലിയൊരു മാറ്റം വരുന്നത് 2014 അപ്പോൾ അസറ്റ് അണ്ടർ മാനേജ്മെന്റിന്റെ കാര്യത്തിലായാലും നമ്പർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഫോളിയോസിന്റെ എണ്ണം വർദ്ധിക്കുന്ന കാര്യത്തിലായാലും ഈ 2014 ശേഷമാണ് ശക്തമായൊരു മുന്നേറ്റം ഈ രംഗത്ത് വരുന്നത്. അപ്പോൾ 2025 ജനുവരി വരെയുള്ള ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ ഏകദേശം 1500-ലധികം മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ മൊത്തം 22.9 കോടി ഇൻവെസ്റ്റേഴ്സ് അവർക്ക് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടുകൾ ഉണ്ട് എന്നുമാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റേഴ്സിന്റെ ഡിമാൻഡ് ഇങ്ങനെ വർദ്ധിച്ചപ്പോൾ കുറച്ചുകൂടി കൺവീനിയന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിന്റെ അതേ സൗകര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ കുറച്ചുകൂടി അടുത്ത് നിന്നുകൊണ്ട് കുറച്ചുകൂടി മീനിങ് ഫുൾ ആയിട്ട് അതിൽ ഇടപെട്ട് അതിന്റെ ആ ഒരു ഡെയിലി ഫ്ലക്ച്വേഷൻസിലും അതിൽ നിന്നൊക്കെ നേട്ടം കൊയ്യാൻ ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സും ധാരാളമായിട്ട് ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതുകൂടാതെ ഡിമാറ്റ് അക്കൗണ്ടുകൾ തുറക്കുവാനുള്ള സാധ്യതകൾ ഇന്ത്യൻ മാർക്കറ്റിൽ കൂടുകയും പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിന്റെ കടന്നുവരവോടുകൂടി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ സജീവമാകാൻ തുടങ്ങിയതോടുകൂടി KYC കംപ്ലീറ്റ് ചെയ്യാനും ആ രീതിയിൽ ഈസി ആയിട്ട് ഡിമാറ്റ് അക്കൗണ്ടുകൾ തുറക്കുവാനുള്ള വഴി തുറന്നതോടുകൂടി ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സുകളൊക്കെ ധാരാളമായിട്ട് ഡിമാറ്റ് അക്കൗണ്ടുകളും തുറന്നുകൊണ്ട് ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം മാർക്കറ്റിൽ വർദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിമാറ്റ് അക്കൗണ്ടുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പൊതുവെ ആഗ്രഹിക്കുക സ്റ്റോക്കുകൾ ഡയറക്റ്റ് വാങ്ങാനാണ്. അപ്പോൾ അത്തരത്തിൽ ഈക്വിറ്റികളിൽ റിസർച്ച് നടത്തിക്കൊണ്ട് ഇൻഡിവിജ്വൽ കമ്പനികളെ പിക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുറക്കുന്നതിലൂടെ ഇൻവെസ്റ്റർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആ കമ്പനികളെ കുറിച്ച് പഠിക്കണം, അതിൻ്റെ ആനുവൽ റിപ്പോർട്ട്സ് പഠിക്കണം, അതുപോലെ അതിൻ്റെ ഫണ്ടമെന്റൽസ് എത്രമാത്രം സ്ട്രോങ് ആണെന്ന് നോക്കണം, അതുപോലെ ടെക്നിക്കലായിട്ട് ഇപ്പോൾ ഒരു ബൈങ് ലെവലാണോ എന്ന് നോക്കണം. അങ്ങനെ പല കാര്യങ്ങളും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് പലരും സഹപ്രവർത്തകരുടെയൊക്കെ അഡ്വൈസ് കേട്ടുകൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ എക്സ്പേർട്ടുകളോടുള്ള അഭിപ്രായം ചോദിച്ചുകൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ എങ്കിൽ പോലും നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല കമ്പനികളെ പിക്ക് ചെയ്തുകൊണ്ട് ഒരു വിന്നിങ് സ്റ്റോക്കുകൾ നമ്മളെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഹോൾഡ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് നമ്മൾ പറയുന്ന അത്ര എളുപ്പമല്ല. അപ്പൊ ഇത്തരത്തിലുള്ള ആ ഒരു കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളുടെ ഒരു മുന്നേറ്റം ഉണ്ടായത്. അതായത് ETF എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ടിന്റെ അതേ സ്വഭാവവും അതേസമയം ഒരു സ്റ്റോക്കിന്റെ അതേ സ്വഭാവവും ഒന്നിച്ച് കാണുന്ന ETF എന്ന് പറയുന്നത് സ്റ്റോക്കുകളുടെ ഒരു ബാസ്ക്കറ്റാണ്. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ETF-കൾ അധികവും ഏതെങ്കിലും ഇൻഡെക്സുകളെയോ കമ്മോഡിറ്റികളെയോ ഫോളോ ചെയ്യുന്ന, ഉദാഹരണത്തിന് Nifty 50 ETF അല്ലെങ്കിൽ ഗോൾഡ് ETF, ഇങ്ങനെ ആ രീതിയിലാണ് നമുക്ക് ETF-കൾ കാണാൻ കഴിയുക. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ പോലും നമുക്കറിയാം അവിടെ ആക്റ്റീവായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളും പാസീവായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളും ഉണ്ട്. അപ്പോൾ ഈ ആക്റ്റീവായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളും പാസീവായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളും തമ്മിലുള്ള ഒരു താരതമ്യം എപ്പോഴും നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ SPIVA അഥവാ S&P ഇൻഡിസസ് വേഴ്സസ് ആക്റ്റീവിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം 2024 ഒരു റിപ്പോർട്ട് കാണിക്കുന്നത് ഈക്വിറ്റി ലാർജ് ക്യാപ് കാറ്റഗറിയിലും അതുപോലെ ഈക്വിറ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് കാറ്റഗറിയിലുമുള്ള പല മ്യൂച്വൽ ഫണ്ടുകളും അതിന്റെ ബെഞ്ച് മാർക്കിനെ ബീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ഒരു ഡാറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാർജ് ക്യാപ് ഫണ്ടുകളുടെ 5 ഇയേഴ്സിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 93% ഈക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾക്കും അതിന്റെ കാറ്റഗറി ബീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതേപോലെ 10 ഇയേഴ്സിന്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിലും 74% മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾക്കും അതിന്റെ ബെഞ്ച് മാർക്കിനെ ബീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ മിഡ് ക്യാപ്പിലാണെങ്കിൽ 77%, സ്മോൾ ക്യാപ്പിൽ 88% മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾക്ക് അതിന്റെ ബെഞ്ച് മാർക്കിനെ ബീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പാസീവ് ആയിട്ടുള്ള ഈ ഡയറക്റ്റ് ഈ പറയുന്ന ബെഞ്ച് മാർക്കായിട്ടുള്ള ഇൻഡെക്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾക്ക് പ്രചാരമേറുകയുണ്ടായി. അപ്പോൾ അതാണ് ETF-കൾക്കും പ്രാധാന്യമേറാൻ കാരണം. കാരണം ഈ ETF-കൾ പ്രധാനമായിട്ടും ഇൻഡെക്സിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വേൾഡ് വൈഡ് ആയിട്ട് ETF-ൽ വലിയ ഒരു ഇൻവെസ്റ്റേഴ്സ് ഇൻട്രസ്റ്റ് വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്.
ഇപ്പോൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ $1.9 ട്രില്യൺ ആണ് ETF അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ആയിട്ട് 2024 രേഖപ്പെടുത്തിയ ഒരു ഡാറ്റയിൽ പറയുന്നത്. എന്നാൽ അത് ഈ 2025 ഏപ്രിൽ നോക്കുകയാണെങ്കിൽ $15 ട്രില്യൺ ആയിട്ടാണ് വർദ്ധിച്ചിട്ടുള്ളത്. കൂടാതെ മൊത്തത്തിലുള്ള ETF സ്കീമുകളുടെ എണ്ണം 14,000 ആയിട്ടാണ് ഉയർന്നിട്ടുള്ളത്. എന്നാൽ ഇവിടെ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഈ ഗ്ലോബലി ETF കിട്ടിയിട്ടുള്ള ആ ഒരു പ്രചാരം ഇന്ത്യയിൽ ETF ലഭിക്കുന്നുണ്ടായിരുന്നില്ല. ഇന്ത്യയിലെ ഒരു ഡാറ്റ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2025 ഏപ്രിൽ വരെയുള്ള അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലെ ഒരു ഡാറ്റ പ്രകാരം അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ആയിട്ട് നമ്മൾ ETF കാണുന്നത് 8.7 ലക്ഷം കോടിയാണ്. അതുപോലെ ETF സ്കീമുകളുടെ എണ്ണം മൊത്തത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് 253 ETF സ്കീമുകളാണ്. എന്നാൽ 2025 ഏപ്രിൽ വരെയുള്ള ഒരു വേൾഡ് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1305 ലക്ഷം കോടിയുടെ ഒരു AUM ആണ് ETF ഉള്ളത്. അപ്പോൾ ETF സ്കീമുകളുടെ എണ്ണം 14,013 എന്ന നമ്പറാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഇതൊരു ശൈശവ ദശയിലാണ് ETF ഇപ്പോഴും ഉള്ളത്. ഇന്ത്യയിൽ ആദ്യത്തെ ETF ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് 2002 അപ്പോൾ 2013 ഒരു ബഡ്ജറ്റിലാണ് ഈ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് അഥവാ EPFO അത് ETF ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു സുപ്രധാന തീരുമാനം ഗവൺമെന്റ് എടുക്കുന്നത്. അപ്പോൾ ആ തീരുമാനത്തിന് ശേഷം 2015 മുതലാണ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻസ് വ്യാപകമായിട്ട് ETF ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഇത് കൂടാതെ ഗവൺമെന്റ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി കൊണ്ടുവന്നപ്പോൾ, അതായത് ഗവൺമെന്റിന് ഇന്ത്യയിലുള്ള അവരുടെ പല PSU കമ്പനികളിലുള്ള അവരുടെ ഷെയർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് പബ്ലിക്കിൽ വിൽക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തപ്പോൾ അവിടെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഈ പ്രൊവിഡൻസ് ഫണ്ടുകളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള സ്ട്രാറ്റജി ഗവൺമെന്റ് കൊണ്ടുവരികയും അപ്പോൾ അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കൂടുതലായിട്ട് ETF ചാനലൈസ് ചെയ്യാനും ഗവൺമെന്റ് ശ്രമിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഭാരത് 22 അതുപോലെ CPSE പോലെയുള്ള ETF വരുന്നത്. ഈ ETF കൂടുതലായിട്ട് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നത്. അപ്പോൾ അങ്ങനെ അതിനുശേഷമുള്ള 8 വർഷത്തോളം ETF വളർച്ച അതിവേഗത്തിലായിരുന്നു. അപ്പോൾ മെയ് 2025 വരെയുള്ള ഒരു കണക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ETF മൊത്തത്തിലുള്ള AUM ഇപ്പോൾ കാണുന്നത് 9 ലക്ഷം കോടിയാണ്. അതുപോലെ സ്കീമുകളുടെ എണ്ണം 260 ആയിട്ടാണ് ഉയർന്നിരിക്കുന്നത്. അപ്പോൾ ആ ETF ആ ഒരു ഡെവലപ്മെന്റിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ 2002 ഫസ്റ്റ് ETF ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ആദ്യത്തെ ഈക്വിറ്റി ETF 2002 വന്നതിന് ശേഷം ഡെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ലിക്വിഡ് ETF വന്നത് 2003 അതുപോലെ 2013 ബഡ്ജറ്റിലാണ് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ഈ ETF റിഡംഷൻ ചെയ്യുമ്പോൾ എടുത്തു കളയാനുള്ള തീരുമാനം വരുന്നത്. അതുപോലെ 2007 മാർച്ചിലാണ് ഗോൾഡ് ETF ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അത് ഈ കമ്മോഡിറ്റി സെഗ്മെന്റിലുള്ള ആദ്യത്തെ ETF ആണ്. അപ്പോൾ ഇതൊക്കെ നിപ്പോൺ ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ഓഗസ്റ്റ് 2015 ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻസ് ഒക്കെ ഈ ഒരു ETF ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ 2021 റീറ്റെയിൽ ഫോളിയോസ് 1 കോടി കവിഞ്ഞത് ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലായിരുന്നു. പിന്നീട് അത് 9 ലക്ഷം കോടിയിലേക്ക് ഉയരാൻ ഒരു 4 വർഷമേ എടുത്തുള്ളൂ. അതുപോലെ 260ഓളം സ്കീമുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ETF ഈ ശക്തമായ ഒരു വളർച്ചയ്ക്ക് പിന്നിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിപ്പോൺ ഇന്ത്യ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾക്ക് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ മറ്റ് AMCകളൊന്നും ഈ ഒരു മേഖലയിൽ കാര്യമായ ശ്രദ്ധ ചെലുത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റി വളരെ കുറവായിരുന്നു. അപ്പോൾ നിപ്പോൺ ഇന്ത്യ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് Nifty 50 BEES ആയിരുന്നു. അപ്പോൾ ഇതിന് അവർ കൊടുത്ത പേരാണ് BEES അഥവാ ബെഞ്ച്മാർക്ക് എക്സ്ചേഞ്ച് ട്രേഡഡ് സ്കീം എന്ന ചുരുക്കപ്പേരിൽ BEES എന്നുള്ള ഒരു ബ്രാൻഡ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷമാണ് അവർ ഗോൾഡ് ETF അഥവാ ഗോൾഡ് BEES എന്നുള്ള പേരിൽ 2007 അവരുടെ കമ്മോഡിറ്റി ETF ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇത് റിലയൻസ് മ്യൂച്വൽ ഫണ്ട് എന്ന രീതിയിലായിരുന്നു മുമ്പുണ്ടായിരുന്നത്. അത് ഈ നിപ്പോൺ ഇന്ത്യ കമ്പനി ടേക്ക് ഓവർ ചെയ്യുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലുള്ള ഒരു തുടക്കക്കാർ എന്നുള്ള നിലയിൽ എല്ലാവരും ഈ ഒരു നിപ്പോൺ ഇന്ത്യയുടെ ETF ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി നിപ്പോൺ ഇന്ത്യ ETF ഹൈ വോളിയം ട്രേഡിങ് സംഭവിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ കാണുന്നത് NSE BSE അതിൻ്റെ റീസെൻറ്റ് ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ 49% വോളിയം മൊത്തം ETF ഈ നിപ്പോൺ ഇന്ത്യയുടെ കയ്യിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹൈ വോളിയം കാരണം തന്നെ ഇൻവെസ്റ്റേഴ്സ് അവർക്ക് ബൈ ചെയ്യാനും സെല് ചെയ്യാനും കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു ETF എന്നുള്ള രീതിയിൽ നിപ്പോൺ ഇന്ത്യ അവർ കാണുകയായിരുന്നു. കൂടാതെ അവിടെ എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവാണ്. കമ്പാരിറ്റീവ്ലി മ്യൂച്വൽ ഫണ്ടിനേക്കാളും എക്സ്പെൻസ് റേഷ്യോ കുറവായതുകൊണ്ട് ETF വലിയ പ്രചാരം വർദ്ധിക്കുകയും ചെയ്തു. അതുകൂടാതെ ഡിമാറ്റ് അക്കൗണ്ട് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഈസി ആയിട്ട് ബൈ ആൻഡ് സെല്ല് ചെയ്യാവുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ടും അത് ട്രേഡ് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ടും ഇൻട്രാഡേയിൽ ഉണ്ടാകുന്ന ആ ഒരു അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ അതിൽ നിന്നും നേട്ടം ഉണ്ടാക്കാനുള്ള ഒരു അവസരമായിട്ടും അവർ ETF കണ്ടു.
അതുകൂടാതെ നിപ്പോൺ ഇന്ത്യയുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് കാണുന്നത് അവരുടെ ETF-കളിലുള്ള ഡൈവേഴ്സിഫിക്കേഷനാണ്. പല സെക്ടറുകളിലും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ലാർജ് ക്യാപ്പ് ആയാലും മിഡ് ക്യാപ്പ് ആയാലും അതുപോലെ ഈക്വിറ്റി, ഡെറ്റ്, ഗോൾഡ്, സിൽവർ, ഇന്റർനാഷണൽ ഈക്വിറ്റീസ് അങ്ങനെ തുടങ്ങി തീമാറ്റിക് സെക്ടർ എന്ന വ്യത്യാസമില്ലാതെ പല കാറ്റഗറികളുമായിട്ട് ഏകദേശം 28ഓളം ETF-കൾ നമുക്ക് നിപ്പോൺ ഇന്ത്യയുടെ കാണാൻ പറ്റും. ഈക്വിറ്റിയിൽ തന്നെ 20 എണ്ണം ഉണ്ട്. ഡെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള 6ഓളം ETF-കളുണ്ട്. അതുപോലെ കമ്മോഡിറ്റിയിൽ ഗോൾഡും സിൽവർ ETF-ഉം ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വൈഡ് പ്രൊഡക്റ്റ് റേഞ്ച് ഇവർക്കുള്ളത് കൊണ്ടാണ് കൂടുതലായിട്ട് ഇൻവെസ്റ്റേഴ്സ് ഇതിനോട് ആകർഷിക്കാനുള്ള മറ്റൊരു പ്രധാന ഘടകം. ഇത് കൂടാതെ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവുകളും ഇവരെ സഹായിച്ചിരുന്നു. അപ്പോൾ ആദ്യത്തെ CPSE ETF, അതായത് PSU കമ്പനികളുടെ ETF ആയിട്ടുള്ള ഈ CPSE ETF-ൽ ഗവൺമെൻറ്റുമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പിലൂടെ ഈ എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ടുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ETF-കളിലേക്ക് ധാരാളമായി വന്നിരുന്നു. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഈ നിപ്പോൺ ഇന്ത്യ ETF ഇത്രയധികം പോപ്പുലർ ആവാനുള്ള ഒരു കാരണം. ഇപ്പോൾ നിലവിൽ നമ്മൾ ETF-കളുടെ വോളിയം വൈസ് നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ടോപ്പ് 6 ETF-കളും അത് ബീസാണ്, അല്ലെങ്കിൽ ഈ ഒരു നിപ്പോൺ ഇന്ത്യയുടെ ETF-കളാണെന്ന് കാണാൻ കഴിയും. ഇപ്പോൾ സിൽവർ ബീസാണ് ഏറ്റവും ഹൈ വോളിയം ട്രേഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ 3 മന്ത്സിൻ്റെ ഒരു ആവറേജ് വോളിയം ഏറ്റവും അധികം ഉള്ളത് സിൽവർ ബീസിലാണ്. രണ്ടാമത്തേത് നമ്മൾ കാണുന്നത് ഗോൾഡ് ബീസിലാണ്. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് IT ബീസിലാണ്. ഇപ്പോൾ നിപ്പോൺ ഇന്ത്യയിൽ തന്നെ IT സ്റ്റോക്കുകളുടെ ഒരു ETF ആണിത്. ടോപ്പ് ലീഡിംഗ് IT കമ്പനികളുടെ ഇൻഡെക്സ് ആയിട്ടുള്ള NSE IT ഇൻഡെക്സിനെ ഫോളോ ചെയ്യുന്ന ഈ ഒരു ETF-ലാണ് മൂന്നാമതായിട്ട് നമുക്ക് ഏറ്റവും അധികം വോളിയം കാണാൻ കഴിയുക. നാലാമതായിട്ട് നമ്മൾ കാണുന്നത് നിഫ്റ്റി ബീസിലാണ്. നിഫ്റ്റി 50 സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ബീസിലാണ് ഏറ്റവും അധികം ഹൈ വോളിയം നമ്മൾ കാണുന്നത്. അഞ്ചാമതായിട്ട് നമ്മൾ കാണുന്നത് ഫാർമ ബീസിലാണ്. ഫാർമ ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്യുന്ന നിപ്പോൺ ഇന്ത്യയുടെ ഈ ഒരു ETF-ലാണ് ഏറ്റവും അധികം വോളിയം കാണുന്ന മറ്റൊരു ETF. അതിനുശേഷം നമ്മൾ കാണുന്നത് PSU ബാങ്ക് ബീസിലാണ്. ഇതിലാണ് ഏറ്റവും അധികം വോളിയം ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നിലവിലുള്ള 3 മാസത്തെ ആവറേജ് വോളിയം വെച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് എന്നാൽ ഇപ്പോൾ ഈ ലിക്വിഡിറ്റി ഇഷ്യൂ പൊതുവെ ETF-കളിൽ വളരെ കുറഞ്ഞു വരുന്നുണ്ട്. കാരണം ധാരാളമായിട്ട് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നതോടുകൂടി ഇവിടെ ബൈ ആൻഡ് സെല്ല് കുറച്ചുകൂടി ഈസി ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് നിപ്പോൺ ഇന്ത്യയുടെ തന്നെ ബീസിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എങ്കിൽ പോലും ഇത് ഇത്രമാത്രം പോപ്പുലർ ആയുള്ള ഒരു കാരണം ഇതാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയം ലിക്വിഡിറ്റി നോക്കണം. അതുകൂടാതെ നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് INAV അഥവാ ഇൻഡിക്കേറ്റീവ് NAV. അത് അവരുടെ സൈറ്റുകളിൽ കാണാൻ പറ്റും. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഇൻട്രൻസിക് വാല്യൂ, യഥാർത്ഥത്തിലുള്ള വാല്യൂ എത്രയാണോ അതിലും മുകളിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നമ്മളൊരിക്കലും ആ സമയത്ത് അത് ബൈ ചെയ്യാൻ പാടില്ല. അതിന് താഴെയാകുമ്പോൾ ആണ് നമ്മൾ ഡിസ്കൗണ്ടിൽ ബൈ ചെയ്യേണ്ടത്. ഇതേപോലെയാണ് ട്രാക്കിംഗ് എറർ. എത്രമാത്രം അതിൻ്റെ ഇൻഡെക്സിനെ അല്ലെങ്കിൽ അണ്ടർലൈങ് അസറ്റിനെ ഫോളോ ചെയ്യുമ്പോൾ മിസ്റ്റേക്കുകൾ വരുത്തുന്നുണ്ട് എന്ന് നോക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ട്രാക്കിംഗ് എറർ. അതും കൂടി നമ്മൾ പരിഗണിക്കണം. അതുകൂടാതെ എക്സ്പെൻസ് റേഷ്യോയും AUM എല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കണം നമ്മളൊരു ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം ലിക്വിഡിറ്റി മാത്രം നോക്കിക്കൊണ്ടല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ പറയാനുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.